നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 1 ഞായറാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. മാനസികമായും ശാരീരികമായും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാവുന്ന ദിവസമാണിത്. കുടുംബപരമായ കാര്യങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം. കരുതലോടെയുള്ള പ്രവർത്തനങ്ങൾ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ബന്ധുജന സമാഗമം, തൊഴിൽ വിജയം, സാമ്പത്തിക ലാഭം എന്നിവ ഈ ദിവസം പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം നിലനിൽക്കും. ദീർഘകാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇഷ്ടഭക്ഷണം കഴിക്കാനും അവസരം ഉണ്ടാകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംയമനം പാലിക്കുക. ഇത് ചെറിയ മാനസിക പിരിമുറുക്കത്തിന് കാരണമായേക്കാം. ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. അശ്രദ്ധ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ദാമ്പത്യ ബന്ധത്തിൽ സ്നേഹവും പരസ്പര വിശ്വാസവും വർദ്ധിക്കുന്ന ശുഭദിനമാണിത്. തൊഴിൽ മേഖലയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും അനുകൂലമായ സാഹചര്യങ്ങൾ കാണുന്നു. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വാദപിത്ത കഫ സംബന്ധമായ അസുഖങ്ങളുള്ളവർ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഉടലെടുക്കാനും അവ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. പുതിയ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ സ്വന്തമാക്കാൻ യോഗമുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനപരമായ ഉറക്കവും ലഭിക്കുന്ന ദിവസമായിരിക്കും ഇന്ന്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ഐശ്വര്യം നിറയുന്ന ദിവസമായിരിക്കും. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ മേഖലയിൽ പുരോഗതിയും ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും ഐക്യവും അനുഭവപ്പെടും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ചില കാര്യങ്ങളിൽ അമിതമായ ഉത്കണ്ഠ അനുഭവപ്പെടാൻ ഇടയുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ചെറിയ അകൽച്ച ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഉറക്കക്കുറവും ഉദര സംബന്ധമായ ബുദ്ധിമുട്ടുകളും അലട്ടിയേക്കാം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. മാനസികമായ അസ്വസ്ഥതകളും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും കുടുംബത്തിൽ പുതിയ സന്തോഷങ്ങൾ കടന്നുവരാൻ സാധ്യതയുണ്ട്. കണ്ണിന് അസുഖമുള്ളവർ ഈ ദിവസം പ്രത്യേക കരുതൽ എടുക്കണം. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. പ്രിയപ്പെട്ടവരുമായി ഒത്തുചേരാനും നല്ല നിമിഷങ്ങൾ പങ്കിടാനും സാധിക്കും. ജീവിതത്തിൽ ചില സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. ഈ തീരുമാനങ്ങൾ വിജയകരമായി തീരുകയും ഭാവിയിൽ നല്ല ഫലങ്ങൾ നൽകുകയും ചെയ്യും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. പുതിയ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സ്ഥാനക്കയറ്റവും ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. നിയമപരമായ തർക്കങ്ങളിൽ വിജയമുണ്ടാകുകയും ശത്രുദോഷം കുറയുകയും ചെയ്യും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം. സർക്കാർ സംബന്ധമായ വിഷയങ്ങളിൽ ബുദ്ധിമുട്ടുകൾക്കോ മാനഹാനിക്കോ സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ഉദര സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതെ നോക്കണം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.